ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പ്രാക്ടീസും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് റൂമിൽ അമ്മയും അച്ഛനും എന്തോ പാഴ്സൽ വെച്ചിട്ടുണ്ട്, അവർ അയച്ച പാഴ്സൽ എത്തിയിട്ടുണ്ട്. സോ അത് പോയി എടുക്കണം. സോ ഞങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. ഹായ്. പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ക്യാൻറ്റീനിലൊക്കെ പോവാം, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. എന്തായാലും ഈവനിങ് ആയി, അപ്പോൾ ഒരു കോഫിയോ ടീയോ ഒക്കെ കുടിച്ച് കുറച്ച് നേരം ക്യാൻറ്റീനിലിരിക്കും. ഞങ്ങളിവിടെ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ക്യാൻറ്റീൻ അവിടുന്ന് ഒരു ഗുലാബ് ജാം വാങ്ങി, സമൂസയും വാങ്ങി. നല്ല അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് കഴിച്ച നല്ല ഫുഡായിരുന്നു അത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് കോളേജിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ വീണ്ടും കോളേജിൽ തന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ഡാൻസിൻ്റെ ഓഡീഷൻ നടക്കുമായിരുന്നു, മറ്റേ വെസ്റ്റേൺ ഡാൻസിൻ്റെ. സോ കുറച്ച് നേരം അവിടെ കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സോ പിന്നെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഫ്രണ്ടിലേക്ക് തന്നെ നടന്നു. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് അവിടെ എല്ലാവരും നല്ല രസമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞ് പിന്നെ കയറാൻ പറ്റില്ല. ഞാൻ ഇതുവരെ ഈ ഒരു ടൈം വരെ കോളേജിൽ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഈവനിങ് വൈബ് കോളേജിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ 4 Club പോകാമെന്ന് വെച്ച് കുറച്ച് നേരം 4 Clubലൊക്കെ പോയിട്ട് ഞാനൊരു 6:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞാനൊരു ഓട്ടോ എടുത്തിട്ടാണ് റൂമിലേക്ക് വന്നത്. എനിക്ക് നടക്കാൻ ഒട്ടും വയ്യായിരുന്നു, പ്രാക്ടീസൊക്കെ കഴിഞ്ഞുകൊണ്ട്. സോ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ എനിക്ക് മീഷോന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് റൂമിലെത്തി നോക്കുമ്പോൾ റൂമിൽ അച്ഛനും അമ്മയും കൊടുന്ന് വെച്ചിട്ടുള്ള പാഴ്സലും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തു. വീട്ടിലെത്തി കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒരു സോയാബീനൊക്കെ വെച്ച് ഒരു സാലഡ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ സാലഡ് ആരും കേട്ടിട്ടില്ലാത്തൊരു ടൈപ്പ് സാലഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ കുക്കുംബറും ക്യാരറ്റും സോയാബീന് മസാലയൊക്കെ ഇട്ടിട്ട് അതിൽ കേടൊക്കെ ഒഴിച്ച് ഒരു പ്രത്യേകതരം എൻ്റേതായ രീതിയിലുള്ളൊരു സാലഡാണ്. ഇതുണ്ടെങ്കിൽ ഞാൻ വീട്ടിലായിരുന്നപ്പോഴും ഞാൻ ഇതുണ്ടാക്കിയിട്ട് വെറുതെ കഴിക്കും. എനിക്ക് ഹെൽത്ത് നോക്കിയിട്ടൊന്നുമല്ല, എനിക്ക് ഈ ഒരു സാലഡിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ പിന്നെ അങ്ങനെ ആ ഒരു സാലഡ് ഉണ്ടാക്കി. പിന്നെ രാത്രി ഞാൻ വേറെ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. ആ ഒരു സാലഡും ഉണ്ടാക്കി. പിന്നെ കുറച്ച് നേരം അങ്ങനെ കിടന്നു. പിന്നെ വീണ്ടും നമ്മൾ ഫോണൊക്കെ നോക്കുമല്ലോ, ഫോണൊക്കെ നോക്കി ഒരു 10:30-11 കഴിഞ്ഞപ്പോഴേക്കൂടെ ഞാൻ അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഈവനിങ് പോയത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. സോ കൂടുതൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.